ഇതാണ് MN82. നമ്മളെ നാട്ടിൽ കിട്ടാവുന്ന മോസ്റ്റ് അഫോർഡബിൾ ഹോബി ഗ്രേഡ് RC കാർസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റിൽ MN വണ്ടികൾ എന്തായാലും ഉണ്ടാവും. മാത്തമാറ്റിക്കലി 1/12 സ്കെയിലിൽ വരുന്ന ഒരു കിടിലും ലൈസൻസ്ഡ് ടൊയോട്ട ലാൻഡ് ക്രൂസർ. അത്യാവശ്യം കുറേ പേരുടെ കയ്യിൽ, കുറേ പേരുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരുടെ കയ്യിലുള്ള ഒരു മോഡലാണ് MN82. ബിക്കോസ് ഒന്ന്, ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. 10,000 റുപ്പീസിന് താഴെ വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനമാണ് ഇത്. വണ്ടിയുടെ അകത്ത് കിടലം പോലത്തെ ഒരു ബമ്പറും പരിപാടികളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൊയോട്ടേൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബോണറ്റ് കൊടുത്തിട്ടുണ്ട്. ബോണറ്റിൻ്റെ ഉള്ളിൽ ബാറ്ററിയും പരിപാടികളും എല്ലാം ഉണ്ട്. അതങ്ങ് ഇതാക്കുക. സൈഡിലൊരു സ്നോർക്കൽ ഉണ്ട്, 2 കണ്ണാടി, 2 വൈപ്പർ ഉണ്ട്, കണ്ണാടി ഉണ്ട്. പിന്നെ സൈഡ് വ്യൂ മിററിൻ്റെ ഉള്ളിലും കണ്ണാടി ഉണ്ട്, നമുക്ക് നമ്മളെ കാണാൻ പറ്റും. പിന്നെ ഡോർസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ അങ്ങുള്ള ഡോറാണ്. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ നായ്ക്കുറുക്കൻ്റെ അകത്തെല്ലാം വരുന്ന പോലത്തെ ഒരു പിക്കപ്പിൻ്റെ സെറ്റപ്പ് വന്നിട്ടുണ്ട്. ബാക്ക് നമ്മൾ ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമുക്ക് മരം, പിന്നെ നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ, ലോഡും കല്ലും പുല്ലും എല്ലാം ഇതിനകത്ത് എടുക്കാൻ പറ്റും. പിന്നെ ഈ സാധനം ഇങ്ങനെ ബാക്കോട്ടൊക്കെ ആക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് നീളമുള്ള മരക്കഷ്ണവും കാര്യങ്ങളും ഇതിനകത്ത് കെട്ടി വെക്കാം. ബാക്കിൽ ബ്രേക്ക് ലൈറ്റും പരിപാടികളും കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് കത്തൂല. ഫ്രണ്ടിലുള്ള ലൈറ്റ് മാത്രമേ കത്തുള്ളൂ, ബാക്കിലുള്ള ലൈറ്റ് ഒന്നും കത്തൂല. ആക്ച്വലി മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഈ വണ്ടി വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് മോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വണ്ടീൻ്റെ ബോഡി അങ്ങ് ഊരിയിട്ട് വേറെ ചേസിയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കിടിലും ലുക്കിൻ്റെ അകത്ത് കിടിലും പെർഫോമൻസും കൂടിയുള്ള വണ്ടി കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം കുറച്ച് മോഡിഫിക്കേഷൻസും, ബമ്പർ കാറ്റ്, മുകളിൽ സാധനങ്ങൾ വെക്കുക, അതുപോലെ മറ്റേ ബാഗ്, തുണി, പാട്ട, കുപ്പി, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അതും ഒരു വേറെ തന്നെ ഒരു ലുക്കാണ്. പിന്നെ അടിഭാഗം കുറച്ച് മണ്ണുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഒന്ന് ഓടിക്കുന്നുണ്ട്. നമ്മളിത് ഓടിച്ച് ഫുള്ള് മണ്ണാക്കി വെച്ചിട്ടുള്ള, വൃത്തിയാക്കാൻ ടൈം കിട്ടിയില്ല. അതുപോലെ നമ്മളെ വണ്ടീൻ്റെ അകത്ത് ബാക്കിൽ ലീഫ് സസ്പെൻഷൻ ആട്ടാ. ഞാൻ RC കാറിന്റെ കാറ്റഗറീൻ്റെ അകത്ത് ഈ ലീഫ് വരുന്ന സസ്പെൻഷൻ കാണുന്ന ഫസ്റ്റ് വണ്ടി ഇതാട്ടാ. അതുകൊണ്ട് ബാക്കിലത്തെ ഭാഗം കുറച്ച് ടൈറ്റ് ആണ്. നമ്മൾ സ്പ്രിങ്ങിന്റെ പോലെ അത്ര ഒരു എന്താ പറയാ അമർന്ന് കളിക്കുന്ന സാധനമല്ല ഈ ലീഫ്. ഫ്രണ്ടില് സ്പ്രിങ് അത് കൊടുത്തില്ല, അത് കുറച്ച് അമർന്ന് കളിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിലെത്തത് കുറച്ച് ടൈറ്റ് ആണ്. ഇത് ആക്ച്വലി നമ്മൾ എന്തെങ്കിലും ലോഡും പരിപാടികളിലും വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല താഴ്ന്നു നിൽക്കും. അന്നേരം ഒരു ആർട്ടിക്കുലേഷനും പരിപാടികളൊക്കെ വരും. പിന്നെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 90% വണ്ടി പ്ലാസ്റ്റിക് ആണ്. ഈ ലീഫിന്റെ ഭാഗത്തെല്ലാം കുറച്ച് മെറ്റൽ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കി ഓവറോൾ ഒരു 90% വണ്ടി പ്ലാസ്റ്റിക് ആണ് ഫുള്ളായിട്ട്. വണ്ടീൻ്റെ അകത്ത് 1200 mAh ബാറ്ററി ഉണ്ട്. അത് അത്യാവശ്യം നല്ല പോലെ ഓടിക്കാനുള്ള ടൈം കിട്ടും. നമുക്ക് കുറേ സമയം ഓടിച്ച് കളിക്കാനുള്ള ടൈം വണ്ടിക്ക് കിട്ടും. കാരണം ലൈറ്റും പരിപാടികളൊന്നും അധികം ഇല്ല, അതുകൊണ്ട് ചാർജ് ട്രെയിനിങ് കുറവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടീൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ റിമോട്ടിൻ്റെ അകത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിയറിങ്, അതുപോലെ ത്രോട്ടില്, പിന്നെ സ്പീഡ് കൺട്രോളിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്, ലൈറ്റ് കൺട്രോളിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്. വണ്ടീൻ്റെ അകത്ത് 2 സ്പീഡും പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ക്രൗളിങ് അല്ല, ഇത് സ്പീഡായിപ്പോയി. ഇത് ക്രൗളിങ്, ഇത് സ്പീഡ് ഗിയർ. അത്യാവശ്യം കുഴപ്പമില്ലാതെ സ്പീഡും പരിപാടികളും വന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഹെഡ്ലൈറ്റ് കത്തും ഓഫാവും. ഈ 2 സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ഈ കണക്ഷനിലേക്ക് തന്നെ കൊടുക്കാം, സാധനം കത്തിക്കോളും. പിന്നെ ഈ വണ്ടീൻ്റെ അകത്ത് മെറ്റൽ ഷാഫ്റ്റും പരിപാടികളൊക്കെ ആഡ് ചെയ്ത് ഓയിൽ ഫിൽഡ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടീൻ്റെ ആ ഒരു ലെവലേ അങ്ങ് മാറിക്കോളും. അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിൻ്റെ ബോഡി മാത്രം എടുത്തിട്ട് ഫുൾ ചേസി ഫുൾ അപ്ഗ്രേഡ് ചെയ്ത്, അല്ലെങ്കിൽ വേറെ തന്നെ വണ്ടീൻ്റെ ഒരു ചേസിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂലിയായിരിക്കും ഈ വണ്ടി. പിന്നെ ഒരു സ്റ്റിയറിംഗ് ട്രിമ്മിൻ്റെ സാധനം കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ട്രിമ്മും പരിപാടിയുള്ള അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബ് വന്നിട്ടുണ്ട് മുകളിൽ.
വേറെ അത്രയൊക്കെ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള റിമോട്ടാണ്, പ്ലാസ്റ്റിക്കിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയുള്ള ഒരു നോർമൽ റിമോട്ട്. വണ്ടി അത്യാവശ്യം നമ്മൾ കുറേ ടെറയിലൊക്കെ ഓടിച്ച് നോക്കി, കുറേ ഓഫ് റോഡും പരിപാടികളും എല്ലാം ചെയ്ത് നോക്കി. അത്യാവശ്യം അടിപൊളിയാണ്, കുന്നും കാര്യങ്ങളും കിടിലം പോലെ കയറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ വാങ്ങിയുള്ളത് നമ്മൾ യൂക്ലിക്കുന്നത് കേട്ടോ. വണ്ടിയുടെ റേറ്റ് വരുന്നത് ഒരു 8,000 to 9,000 ആണ് നോർമലുള്ള റേറ്റ് വരുന്നത്. ഈ സെയിൽസിൻ്റെ ഒക്കെ ടൈം, ഈ ക്രിസ്മസ് അതുപോലെ എന്തെങ്കിലും ഓഫർ വരുന്ന ടൈമിൽ 6,000 രൂപയ്ക്ക് വരെ ഈ വണ്ടി കിട്ടാനുണ്ട്. സോ അങ്ങനത്തെ ഒരു ടൈം ഒരു 6,000-7,000 രൂപയ്ക്കൊക്കെ കിട്ടുവാണെങ്കിൽ അപ്പം തന്നെ അങ്ങ് വാങ്ങിക്കോളൂ, വർത്ത് സാധനമാണ്. അപ്പം അത്രയൊക്കെ ഉള്ള വണ്ടീനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങാനുള്ള ലിങ്കും പരിപാടികളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ വണ്ടി വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് റൈഡ് 5 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടും പരിപാടികളും കിട്ടും. ഇത് നിങ്ങൾക്ക് വണ്ടി നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് ഓടിച്ച് നോക്കി വാങ്ങണമെങ്കിൽ നമ്മളെ യൂക്ലിക്കിൻ്റെ തന്നെ ഓഫ്ലൈൻ സ്റ്റോർ ഉണ്ട്, മൈക്ലിക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം എടുക്കാം. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും പരിപാടികളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോ ഇതുപോലത്തെ RC കാറിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ കുറേ ചലഞ്ച് വീഡിയോസും പരിപാടികളെല്ലാം ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അടുത്തത് ഏത് വണ്ടിയുടെ റിവ്യൂ ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്തത് എങ്ങനത്തെ ടൈപ്പ് വീഡിയോ അല്ലെങ്കിൽ ഏത് വണ്ടിയുടെ വീഡിയോ ഇടണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അതിൽ നിന്ന് പറഞ്ഞ് നോക്കി പിക്ക് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള പറയാനായിട്ട്. ഓക്കെ, ബൈ.